രാജ്യസഭ നിർത്തിവച്ചിരിക്കുന്നു. ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട DMKയുടെ പ്രതിഷേധമാണ് ഈ രാജ്യസഭ നിർത്തിവെക്കുന്നതിനിടയാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നപ്പോൾ വിവരങ്ങളുമായി CBC ജോസഫ് ചേരുകയാണ്. സിബി, വലിയ തരത്തിലുള്ള പ്രതിഷേധം തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇന്ന് DMK MPമാർ ഡീലിമിറ്റേഷൻ എന്നെഴുതിയ ടീഷർട്ട് ധരിച്ചെത്തിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ഉച്ചവരെ സഭ നിർത്തിവച്ചിരിക്കുകയാണോ? തീർച്ചയായും ഈ ഡീലിമിറ്റേഷൻ ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എല്ലാം തന്നെയും DMK MPമാർ പാർലമെന്റിന് പുറത്തും വലിയ പ്രതിഷേധം തീർത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ MPമാരും DMKയും ഉൾപ്പെടെ ഒരുമിച്ചും പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്നും അതുപോലെ രാവിലെ DMK MPമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. അതുകൂടാതെ പിന്നീട് രാജ്യസഭയിലും അവർ ഈ ഡീലിമിറ്റേഷനുമായി പതിപ്പിച്ച ബനിയൻ ധരിച്ചുകൊണ്ട് എത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പാർലമെന്റിൽ രാജ്യസഭ ആരംഭിച്ച് 11 മണിക്ക് ആരംഭിച്ച് ഒരു 11:10 ആകുമ്പോൾ പെട്ടെന്ന് ഈ രാജ്യസഭ നിർത്തിവെക്കുന്നതായി ഡെപ്യൂട്ടി ചെയർമാൻ ജഗദീപ് ധൻഖർ അറിയിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു സൈഡിലേക്ക് നോക്കുകയും പിന്നീട് പെട്ടെന്ന് തന്നെ രാജ്യസഭയിലെ എല്ലാ നടപടിയും നിർത്തിവെച്ചായി അറിയിച്ച് അദ്ദേഹം ഉടൻ തന്നെ ഈ ഫ്ലോർ ലീഡർമാർ വിവിധ സഭാ കക്ഷി നേതാക്കളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇനിയിപ്പോൾ സഭ തുടരുമെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോവുകയായിരുന്നു. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ DMK MPമാർ ഇത്തരത്തിൽ ഈ ഡീലിമിറ്റേഷൻ പതിപ്പിച്ച ടീഷർട്ടുമായി തിരിച്ചെത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അതൊരു ചട്ടവിരുദ്ധമായിട്ടായിരിക്കും ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ കാണുക. എന്തായാലും ആ വിഷയമായിരിക്കാം എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു സൂചന. ഇത് കഴിഞ്ഞ ദിവസം എല്ലാ നിലയും ഈ ഒരു മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ജനസംഖ്യ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ കേരളവും തമിഴ്നാട് ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ ഈ എണ്ണത്തിൽ വലിയ കുറവുണ്ടാവും. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ആശങ്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം തന്നെയും പ്രതിഷേധം നടത്തുകയും അടിയന്തര പ്രമേയ നോട്ടീസായി നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ ഇതെല്ലാം തന്നെ തള്ളുന്ന ഒരു സമീപനമാണ് രാജ്യസഭാ അധ്യക്ഷൻ എടുത്തത്. എന്തായാലും ഇന്ന് ശരി, CBC ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. DMK MPമാരുടെ അടക്കം പ്രതിഷേധം മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഉച്ചവരെ രാജ്യസഭ നിർത്തിവച്ചിരിക്കുന്ന വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും CBC ജോസഫ് പങ്കുവച്ചത്.